സിനിമാ പ്രേമികളുടെ കാത്തിരിപ്പിന് വിരാമം. വീണ്ടും ചലച്ചിത്രമേളയുമായി ഡിസംബർ എത്തി. നിശാഗന്ധിയിൽ വൈകിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ചലച്ചിത്രമേളയ്ക്ക് തിരിതെളിയിക്കും. ഇതോടെ തലസ്ഥാനത്തെ 13 തിയേറ്ററുകളിൽ ഇനി സിനിമയുടെ പകലിരവുകൾ. ഔദ്യോഗിക ഉദ്ഘാടനം വൈകിട്ടാണെങ്കിലും രാവിലെ 10 മണിക്ക് തന്നെ പ്രദർശനം ആരംഭിക്കും. ആദ്യ ദിനത്തിൽ 12 ചിത്രങ്ങൾ പ്രദർശിപ്പിക്കും. അഫ്ഗാൻ ചിത്രമായ പാർട്ടിംഗ് ആണ് ഉദ്ഘാടന ചിത്രം. 62 രാജ്യങ്ങളിൽ നിന്നുമായി 185 ചിത്രങ്ങൾ. അന്താരാഷ്ട്ര മത്സര വിഭാഗത്തിൽ 15ഉം ലോക സിനിമാ വിഭാഗത്തിൽ 81 ചിത്രങ്ങളുമാണ് പ്രദർശനത്തിനുള്ളത്. ഡോക്ടർ ബിജുവിന്റെ കാടുപൂക്കുന്ന നേരം, വിധു വിൻസെന്റിന്റെ മാൻഹോൾ എന്നീ മലയാള ചിത്രങ്ങൾ മത്സര വിഭാഗത്തിൽ ലോക സിനിമയോട് മാറ്റുരയ്ക്കും. ടാഗോർ തിയേറ്റർ തന്നെയാണ് ഇത്തവണയും മേളയുടെ പ്രധാന വേദി. ഇസ്രായേൽ സംവിധായകൻ മൈക്കേൽ ഗ്ലിഫിയാണ് ജൂറി ചെയർമാൻ. ജൂറി നമ്മൾ സാധാരണ നിലക്ക് ഇൻ്റർനാഷണൽ ജൂറിയാണ് നമുക്കുണ്ടാവുക. ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള ആൾക്കാർ അവൈലബിൾ ആയിട്ടുള്ള ഓരോ വർഷവും നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ആൾക്കാരെ നമ്മൾ കൊണ്ടുവരും. ഈ വർഷവും നമ്മൾ ആ രീതിയിൽ തന്നെയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇനി വരുന്ന ഒരാഴ്ചക്കാലം ചലച്ചിത്ര പ്രേമികളുടെ കണ്ണും കാതും അനന്തപുരിയിലേക്ക്. റിപ്പോർട്ടർ, തിരുവനന്തപുരം.